നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഷാർജയിൽ മരിച്ച തേവലക്കര സ്വദേശിനി അതുല്യയുടെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിച്ചേക്കും. നിലവിൽ കരുനാഗപ്പള്ളി ASPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. യുവതിയെ സമൂഹമാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തി അറസ്റ്റിലായ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ്. ചവറ മുകുന്ദപുരം സ്വദേശി ശ്രീകുമാറുമായാണ് തെളിവെടുപ്പ്. നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച സംഭവം. പിതാവും രണ്ടാനമ്മയും ഒളിവിൽ. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വിശദമായ വാർത്തകളിലേക്ക്. ഷാർജയിൽ മരിച്ച തേവലക്കര സ്വദേശിനി അതുല്യയുടെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിച്ചേക്കുമെന്നാണ് സൂചന. നിലവിൽ കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. തേവലക്കര കോയിവിള സ്വദേശി അതുല്യയെ ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിന്റെ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. അന്വേഷണ സംഘത്തെ ഉടൻ രൂപീകരിക്കും. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിലാണ് നിലവിലെ അന്വേഷണം. കഴിഞ്ഞ ജൂലൈ 19-നാണ് കൊല്ലം തേവലക്കര കോയിവിള സൗത്ത് സ്വദേശി അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവ് സതീഷിന്റെ പേരിൽ കേസെടുത്ത് അന്വേഷണം നടന്നുവരികയാണ്. ഷാർജയിലെ ഫോറൻസിക് റിപ്പോർട്ടിൽ അതുല്യയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നായിരുന്നു കണ്ടെത്തിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നതോടെ നിലവിലുള്ള ASP അന്വേഷിച്ച കേസ് ഫയൽ കൈമാറും. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യമായതിനാൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിന് പരിമിതികളുണ്ട്. ഇതുകൊണ്ടാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. അതുല്യയുടെ മരണത്തിന്റെ ഉത്തരവാദി ഭർത്താവ് സതീഷാണെന്നാണ് കുടുംബം പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. ഡിജിറ്റലൈസേഷന്റെ പേരിൽ അംഗനവാടി ജീവനക്കാരിൽ അമിത സമ്മർദ്ദം ചെലുത്തുന്ന കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് ധർണ നടത്തി. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ സിന്ദാബാദ്. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ സിന്ദാബാദ്. CITU സിന്ദാബാദ്. CITU സിന്ദാബാദ്. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ സിന്ദാബാദ്. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് സിന്ദാബാദ്. അംഗനവാടികളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലാക്കാൻ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങൾ അംഗനവാടി ജീവനക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നതിനായി കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തുന്നതെന്നാണ് അംഗനവാടി ജീവനക്കാരുടെ ആരോപണം. ഞങ്ങളുടെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ പ്രശ്നങ്ങളാണ് ഞങ്ങളിപ്പോൾ നേരിടുന്നത്. കാരണം ഒരു ഗർഭിണിക്കായിട്ട്, ഒരു പാൽ കൊടുക്കുന്ന അമ്മമാർക്കായിട്ട്, ഒരു 6 മാസം തൊട്ട് 3 വയസ്സുള്ള കുട്ടികൾക്കായിട്ട്, ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്കായിട്ട്, ആർക്കെങ്കിലും നമ്മൾ ഇത്തിരി അംഗനവാടികളിൽ നിന്ന് സാധനം കൊടുക്കണമെങ്കിൽ അവരുടെ ഫേസ് ക്യാപ്ചറിങ് ചെയ്യണം. ഈ ഫേസ് ക്യാപ്ചറിങ് എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓഫീസിൽ നിന്ന് മൊബൈലൊന്നും ഞങ്ങൾ വർഷങ്ങളായി കേടായിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്വന്തം മൊബൈൽ, ഞങ്ങളുടെ സ്വന്തം നെറ്റ് ഞങ്ങൾ ക്യാഷ് മുടക്കി നെറ്റ് ഓണാക്കി ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീടുകളിലും പോയിരുന്ന് ഞങ്ങൾ ചെയ്യുകയാണ്. പക്ഷേ എന്നിട്ട് കൂടി ഒരു 4 പ്രാവശ്യമെങ്കിലും ഒരു വീട്ടിൽ ചെന്നെങ്കിലും ഒരു കുട്ടിയുടെ അമ്മയുടെ ഫേസ് ക്യാപ്ചർ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് പലർക്കും പറ്റുന്നുമില്ല. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇവിടുന്ന് പെർസെൻറ്റേജ് കുറഞ്ഞു എന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ എത്രത്തോളം പ്രഷർ ചെയ്യാമോ അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ പല കാര്യങ്ങളും, ഈ രാവിലെ അംഗൻവാടി കയറി കഴിഞ്ഞാൽ തുടങ്ങുന്ന ആഹാരം ഉണ്ടാക്കലാണ്. ആഹാരം ഉണ്ടാക്കുന്ന പച്ചക്കറി ഞങ്ങൾ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കണം. എന്നങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ട് 4-5 മാസം ആകുമ്പോഴാണ് ഞങ്ങൾക്ക് അത് കിട്ടുന്നത്. ഞങ്ങളുടെ ശമ്പളത്തിൻ്റെ 3/4% ഞങ്ങൾ ഓഫീസിൽ തന്നെ, അംഗൻവാടികളിൽ തന്നെയാണ് ചിലവാക്കുന്നത്. അതും സമയത്തിന് ഞങ്ങൾക്ക് കിട്ടുന്നുമില്ല. ഞങ്ങൾ കയ്യിൽ നിന്ന് ചിലവാക്കാൻ തയ്യാറാണ്. പക്ഷെ ഞങ്ങൾക്ക് അതായത് സമയബന്ധിതമായി ഞങ്ങൾക്ക് പൈസ കിട്ടണം. ശമ്പളം പോലും ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് 2 മാസത്തിന് മുമ്പുള്ള ശമ്പളം ഒരു ഗഡുവും വേറെ വഴിക്കേത് പോയി. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഞങ്ങൾക്ക് നടക്കുന്നുണ്ട്. ഇതുവരെ അത് തിരിച്ചു കിട്ടിയിട്ടില്ല. ഇതിനായി വകുപ്പ് ആകെ നൽകിയിട്ടുള്ളതാകട്ടെ ഒരു സ്മാർട്ട് ഫോൺ മാത്രമാണ്. ഫോണിലൂടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ കഴിയില്ല എന്നിരിക്കെ അംഗനവാടി ജീവനക്കാരുടെ മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് ജീവനക്കാർ ധർണ നടത്തിയത്. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ സിന്ദാബാദ്. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ സിന്ദാബാദ്. CITU സിന്ദാബാദ്. CITU സിന്ദാബാദ്. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ സിന്ദാബാദ്. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ സിന്ദാബാദ്. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം ICDS ഓഫീസിന് മുന്നിലായിരുന്നു ധർണ. CITU ഏരിയ സെക്രട്ടറി KP മോഹൻദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ തുച്ഛമായിട്ട് വേതനം കിട്ടുന്ന ഈ ജീവനക്കാരെ കൊണ്ട്
അമിതമായ ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു തീരുമാനം ഈ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എന്താ അത്? ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ഫോണിലൂടെ വേണം ഇത് ചെയ്യാൻ. ആ ഫോണിലൂടെ കടുത്ത സമ്മർദ്ദം ചെലുത്തി ഉദ്യോഗസ്ഥർ ICDS സൂപ്പർവൈസർമാർ ഈ ജോലി ചെയ്യിക്കാൻ അവർ പ്രേരിപ്പിക്കുകയാണ്. എന്നാൽ അവർക്ക് ഫോൺ കൊടുക്കുന്നുണ്ടോ? ഇവർക്ക് എവിടെ സ്വന്തമായിട്ടുള്ള ഫോണിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. അതിന് സമ്മർദ്ദം ചെലുത്തുകയാണ്. വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം വാങ്ങിക്കുന്ന ഈ വിഭാഗം ജീവനക്കാരെ, അംഗനവാടി ജീവനക്കാരെ നമുക്കറിയാമല്ലോ. നമ്മുടെ കൊച്ചുകുട്ടികളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവരെ സ്വന്തം മാതാവിനെ പോലെ തന്നെ ശുശ്രൂഷിച്ച് അവരെ വൈകുന്നേരം വരെ അവിടെ ഇരുത്തി അവരെ പഠിപ്പിച്ച് വിടുന്ന വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ് അംഗനവാടി ജീവനക്കാർ നടത്തുന്നത്. ആ ജീവനക്കാർക്ക് മതിയായിട്ടുള്ള ആ വേതനം നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാതെ അമിതമായ ജോലി അവരെ കൊണ്ട് ചെയ്യിച്ച് അവരെ സമ്മർദ്ദത്തിലാക്കി ഇന്ന ഒരു സമീപനമാണ് ഈ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവസാനിപ്പിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നിവേദനങ്ങൾ കൊടുത്തു, നിരവധി സമരങ്ങൾ ചെയ്തു. ആ സമരങ്ങൾ ചെയ്തുകൊണ്ടൊന്നും യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല. യൂണിയൻ പ്രസിഡന്റ് സിലി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി സുനിത, സതീദേവി, പ്രീത, ജയശ്രീ, രമ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. യുവതിയെ സമൂഹമാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തിയ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ചവറ മുകുന്ദപുരം സ്വദേശി ശ്രീകുമാറുമായാണ് തെളിവെടുപ്പ് നടത്തിയത്. ഇയാൾക്കെതിരെ യുവതി നേരത്തെ നൽകിയ കേസുകൾ പിൻവലിക്കാത്തതിലുള്ള വിരോധത്തിലാണ് യുവതിയുടെ ചിത്രങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. യുവതിയെ സാമൂഹിക മാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളുമായാണ് ചവറ പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ചവറ മുകുന്ദപുരം പുലിച്ചിലജകത്ത് കിഴക്കതിൽ വി ശ്രീകുമാറിനെയാണ് പോലീസ് തെളിവെടുപ്പിനായി വിവിധയിടങ്ങളിൽ എത്തിച്ചത്. ഇയാളുടെ ഫേസ്ബുക്കിലൂടെയും വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും യുവതിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും അശ്ലീല പരാമർശം നടത്തി മാനഹാനി ഉണ്ടാക്കിയെന്നുമാണ് കേസ്. നേരത്തെ ഇയാളുടെ പേരിൽ യുവതി നൽകിയ കേസുകൾ പിൻവലിക്കാത്തതിലുള്ള വിരോധത്തിൽ മാനഹാനി വരുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇയാൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പരാമർശങ്ങൾ നടത്തിയതെന്നാണ് പരാതി. കോടതി നിർദ്ദേശപ്രകാരം ഇയാളുടെ തേവലക്കര മുള്ളിക്കാരിയിലെ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. ഫോണിൽ നിന്നും ലഭിച്ച തെളിവുകൾ മാത്രമാണ് കമ്പ്യൂട്ടറിലും ഉള്ളതെന്നാണ് സൂചന. ചവറ, തെക്കുംഭാഗം, കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനുകളിൽ 8ഓളം കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ മോശമായി പരാമർശിച്ച് വ്യാജ ഊമക്കത്തുകൾ ഇയാൾ അയക്കാറുണ്ടെന്നും പോലീസ് പറഞ്ഞു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ തെളിവുകൾ ശേഖരിച്ച ശേഷം ചവറ SHOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ നേരത്തെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് കോടതിയിൽ നിന്നും കൂടുതൽ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. 4ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പിതാവും രണ്ടാനമ്മയും ഒളിവിൽ. നൂർനാട് ആദിക്കാട്ടുകുളങ്ങര കഞ്ചുകോട് സ്വദേശി അൻസാർ, രണ്ടാം ഭാര്യ ഷെഫീന എന്നിവരാണ് ഒളിവിൽ പോയത്. ഇതേസമയം സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. നൂറനാട് ആദിക്കാട്ടുകുളങ്ങരയിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ പിതാവും രണ്ടാനമ്മയും ഒളിവിൽ. ആദിക്കാട്ടുകുളങ്ങര കഞ്ചുക്കോട് പൂവണ്ണം തടത്തിൽ അൻസാർ, രണ്ടാം ഭാര്യ ഷെഫീന എന്നിവരാണ് ഒളിവിൽ പോയത്. ഫോൺ ഓഫാക്കി കിടന്ന ഇരുവരെയും പിടികൂടാനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരുടെ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. കുട്ടി അമ്മൂമ്മയോടൊപ്പം ബന്ധുവീട്ടിലാണ്. വിഷയത്തിൽ ബാലാവകാശ കമ്മീഷനും ഇടപെട്ടിട്ടുണ്ട്. ആദിക്കാട്ടുകുളങ്ങരയിലെ സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെയാണ് പിതാവും രണ്ടാനമ്മയും ചേർന്ന് മർദ്ദിച്ചത്. കുട്ടിയുടെ മുഖത്തുൾപ്പെടെ അടിയേറ്റ പാട് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ തിരക്കിയപ്പോഴാണ് വിവരം പുറത്തറിഞ്ഞത്. പിതാവ്, രണ്ടാനമ്മ എന്നിവരിൽ നിന്ന് നേരിട്ട പ്രയാസങ്ങളും പറ്റിയുള്ള വിവരവും എന്റെ അനുഭവം എന്ന തലക്കെട്ടിൽ കുട്ടി നോട്ട്ബുക്കിൽ കുറിച്ചിരുന്നു. അധ്യാപകർ മാതാപിതാക്കളെ വിളിച്ചെങ്കിലും എത്തിയില്ല. പോലീസ് കേസെടുക്കുകയും കുട്ടിക്ക് ചികിത്സ നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതോടെയാണ് പിതാവും രണ്ടാനമ്മയും മുങ്ങിയത്. അൻസാർ നൂർനാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുണ്ടായ വീടാക്രമണ കേസിലും കഞ്ചാവ് കടത്തിയ കേസിലും ഉൾപ്പെടെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. നൂർനാട് SHO, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എന്നിവരോട് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ബാലാവകാശ കമ്മീഷൻ അംഗം ജലജ ചന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. സ്കൂൾ പരിസരത്തെ തേനീച്ചക്കൂട് ഭീഷണി ഉയർത്തുന്നു. കൊല്ലം കുളത്തൂപ്പുഴ കല്ലുവെട്ടാങ്കുഴി സ്കൂളിനോട് ചേർന്ന ആൾതാമസമില്ലാത്ത വീട്ടിലാണ് തേനീച്ച കൂട് കൂട്ടിയിട്ടുള്ളത്. പരാതിപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. സ്കൂളിന് സമീപത്താണ് താമസിക്കുന്നത്. ഈ തേനീച്ചക്കൂടിന് മുമ്പിലൂടെയാണ് നമ്മൾ സ്കൂളിലും ട്യൂഷനും പോകുന്നത്. നമ്മുടെ രക്ഷിതാക്കൾക്ക് പേടിയാണ്. നമ്മൾ പകുതി വരെ കൊണ്ടാക്കിയിട്ടാണ് സ്കൂളിലും ട്യൂഷനൊക്കെ പോകുന്നത്. ഈ തേനീച്ചക്കൂടിനെ എത്രയും വേഗം മാറ്റുക. നമ്മൾക്ക് പേടിയാണ്. നമ്മളെ എപ്പോഴും കുത്താനുള്ള സാധ്യതയുണ്ട്. കുളത്തൂപ്പുഴ കല്ലുവെട്ടാങ്കുഴി സ്കൂൾ പരിസരത്താണ് ഭീഷണി ഉയർത്തി തേനീച്ചക്കൂടുള്ളത്. 500ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണിത്.
ആൾതാമസമില്ലാത്ത വീടിനോട് ചേർന്നുള്ള വസ്തുവിൽ നിൽക്കുന്ന മാവിന്റെ കൊമ്പിലാണ് തേനീച്ച കൂട് കൂട്ടിയിട്ടുള്ളത്. ഇത് റോഡിലേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത്. ഒരാഴ്ചയായി തേനീച്ച കൂട് കൂട്ടിയിട്ട് ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. കുളത്തൂപ്പുഴ കല്ലൂട്ടാങ്കുഴി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മെയിൻ വാതിലാണിത്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു വ്യക്തിയുടെ വസ്തുവിൽ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മാവിൽ ഒരു തേനീച്ചക്കൂട്, അത് 2-3 ആഴ്ചയായിട്ട് ഇങ്ങനെ അതിപ്പോൾ കുറേശ്ശെയായിട്ട് അവർ തേൻ കൂട്ടി വലുതായി വരികയാണ്. ഇത് റോഡിലേക്ക് ചാഞ്ഞു കിടക്കുന്നതിനാൽ വാഹനങ്ങൾ ഇതിലേക്കൂടെ കടന്നു പോകുമ്പോൾ ഈ ശിഖരങ്ങളിൽ തട്ടി ഇത് പറക്കുന്ന അവസ്ഥകളുണ്ട്. ഇതിലേക്കൂടെ ഈ സ്കൂളിലേക്ക് പോകുന്ന ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിൽ പഠിക്കുന്ന കുഞ്ഞു കുട്ടികൾ ഈ പ്രദേശ സ്കൂൾ കുട്ടികളെല്ലാം നടന്നു പോകുന്ന ഒരു മെയിൻ റോഡാണിത്. ഈ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഈ തേനീച്ച കുത്തി അപകടങ്ങൾ ഉണ്ടാകാൻ വളരെ ഭയങ്കരമായി സാധ്യത കൂടുതലുള്ള ഒരു ഭാഗമാണത്. എന്നുവെച്ചാൽ ഇത് റോഡിലേക്കാണ് ഈ തേനീച്ചക്കൂട് കിടക്കുന്നത്. ഇത് വാങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെ തട്ടി ഇത് പറക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കുത്തിയേക്കാൻ ഇത് ഒരുപാട് കാരണങ്ങളാവും. അതുകൊണ്ട് ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ആരാണെന്ന് വെച്ചാൽ ഇത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്നാണ് ഒരു പ്രദേശവാസി, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ ആഞ്ഞിലിമരം. കുളത്തൂപ്പുഴയിൽ ഡാലി പാലത്തിന് സമീപം മലയോര ഹൈവേയോട് ചേർന്നാണ് ആഞ്ഞിലിമരമുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ഇടിമിന്നലേറ്റ് ഉണങ്ങിയ മരം ജീർണാവസ്ഥയിലാണ്. കുളത്തൂപ്പുഴയിൽ ഡാലി പാലത്തിന് സമീപം മലയോര ഹൈവേ പാതയോട് ചേർന്നാണ് ഏത് സമയവും നിലമ്പോത്താകുന്ന നിലയിൽ കൂറ്റൻ ആഞ്ഞിലിമരമുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ഇടിമിന്നലേറ്റ് ഉണങ്ങിയ മരം ഇപ്പോൾ ചുവട് ദ്രവിച്ച് ജീർണാവസ്ഥയിലാണ്. ഇതുവഴി പോകുന്ന 11 kV ലൈനിലേക്കും ഹൈവേ പാതയിലേക്കും തൊട്ടടുത്ത വീട്ടിലേക്കുമാണ് മരം വീഴാൻ സാധ്യത. മലയോര ഹൈവേയുടെ ഭാഗമായിട്ടുള്ള ഡാലി പാലത്തിൻ്റെ സൈഡിൽ കൊടുമ്പളവിൽ ഒരു വൻ ആഞ്ഞിലി മരം നിരവധി വർഷങ്ങളായി ഉണങ്ങി അതിൻ്റെ മുകളിലത്തെ ശിഖരങ്ങളെല്ലാം ഒടിഞ്ഞ് ഈ മെയിൻ റോഡിൽ വീഴുകയും ഈ വഴി വരുന്ന വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയായി നിൽക്കുകയാണ്. വർഷങ്ങളായി അഞ്ചൽ റേഞ്ചിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഇത് പറയുകയും അവർ ഈ തേക്ക് പ്ലാന്റേഷൻ മുറിച്ച സമയത്ത് മുറിച്ചു മാറ്റാമെന്ന് പറഞ്ഞ് ഒക്കെ തീരുമാനമെടുത്ത് പോകുകയല്ലാതെ ഇതുവരെ അത് മുറിച്ചു മാറ്റിയിട്ടില്ല. കാറ്റത്ത് മരത്തിന്റെ ശിഖരങ്ങൾ ഒടിഞ്ഞ് പല വാഹന യാത്രികർക്കും അപകടവും പറ്റിയിരുന്നു. ഒരു വർഷം കൊണ്ട് ഈ മരം ഉണങ്ങി നിൽക്കുകയാണ്. അന്ന് പരാതി പറഞ്ഞിട്ടും അവരാരും കേൾക്കുന്നില്ല. മരത്തിൻ്റെ കമ്പൊടിഞ്ഞ് വീണ് ബൈക്കുകാരൻ്റെ മണ്ടയിലും വീണ് ബൈക്കുകാരൻ മറിഞ്ഞ് വീണ് ആ കുഴിയായി. അങ്ങനെ ഒത്തിരി പഞ്ചായത്തിലും പറഞ്ഞിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്, അവർ ഫോറസ്റ്റുകാർ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം വന്ന് നോക്കി കണ്ടു കേട്ട് പോയി. മുറിക്കാമെന്ന് പറയുന്നേ ഉള്ളൂ, മുറിക്കുന്നില്ല. അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റിന്റെ പരിധിയിൽപ്പെട്ട മരം മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് വീഴത്തക്ക രീതിയിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഇതൊരു അപകടം വന്നെങ്കിലേ ഇതിൻ്റെ ഇത് വരത്തുള്ളൂ. അപകടം വന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ പ്രയാസങ്ങളും ഇതൊക്കെ അറിയുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഇത് മുറിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു മരം കൂടെ റോഡിലോട്ട് ചരിഞ്ഞ് ഉണങ്ങി നിൽപ്പുണ്ട്. അതും അപകടസ്ഥിതിയിൽ നിൽക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ വേണ്ടതായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഉപയോഗിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പുനലൂരിൽ കഞ്ചാവുമായി 3 പേർ പിടിയിൽ. ഇളമ്പള്ളൂർ സ്വദേശികളാണ് പിടിയിലായത്. 3.270 കിലോ കഞ്ചാവ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. 2 കെട്ടുകളായി വാഹനത്തിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് പിടികൂടിയത്. ഡാൻസ് ഓഫ് ടീം നടത്തിയ പരിശോധനയിലാണ് 3.270 കിലോഗ്രാം കഞ്ചാവുമായി 3 യുവാക്കളെ പിടികൂടിയത്. ചെമ്മന്തൂർ കുതിരച്ചിറ റോഡിൽ MLA റോഡ് ആരംഭിക്കുന്ന ഭാഗത്ത് വാഹനത്തിൽ ബാഗിനുള്ളിൽ കടത്താൻ ശ്രമിച്ച 2 കെട്ട് കഞ്ചാവുമായാണ് ഇവരെ പിടികൂടിയത്. ഇളമ്പൽ കോട്ടവട്ടം ജംഗ്ഷനിൽ മാടപ്പാറ പുത്തൻ വീട്ടിൽ ഡി ജോയൽ, ആയൂർ ഇടമുളയ്ക്കൽ നീറായിക്കോട്ട് അനന്തുഭവനിൽ അഖിൽ, മഞ്ഞമൺകാല ഏലിക്കോട് ആലഞ്ചേരി പുത്തൻ വീട്ടിൽ സുജിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഡാൻസ് ഓഫ് ടീം കാൽനടയായി പിന്തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ഇവരെ പിടികൂടാൻ കഴിഞ്ഞത്. റൂറൽ SP TK വിഷ്ണുപ്രദീപിനും റൂറൽ നാർക്കോട്ടിക് DYSP TR ജിജുവിനും ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പുനലൂർ ഡാൻസ് ഓഫ് ടീം SI ബാലാജി S കുറുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നത്. ബംഗളൂരിൽ നിന്നുമാണ് ഇവർ കഞ്ചാവ് എത്തിച്ചതെന്നാണ് വിവരം. പുനലൂർ SHO T രാജേഷ് കുമാർ, SI MS അനീഷ്, SI പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി.
വീടിന്റെ സിറ്റ് ഔട്ടിൽ കിടന്ന വളർത്തുനായയെ പുലി പിടിച്ചു. തെന്മല 40 മൈൽ ശ്രീ പത്മനാഭവിലാസം പ്രേംജിത്തിന്റെ വീട്ടിലെ 3 മാസം പ്രായമുള്ള വളർത്തുനായയാണ് പുലി പിടിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. പ്രദേശത്ത് മുൻപും നിരവധി തവണ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെന്നും ഫോറസ്റ്റ് അധികൃതരെ അറിയിച്ചിട്ടും പുലിയെ പിടിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു. പുലിയുടെ സാന്നിധ്യം കണ്ട പ്രദേശത്ത് അംഗനവാടിയും ലക്ഷം വീടുമുണ്ട്. ജനസാന്ദ്രത കൂടുതലുള്ള ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം നിരന്തരമായി കണ്ടുവരുന്നെന്ന് പ്രദേശവാസികൾ പറയുന്നു. നാട്ടുകാർ ഭീതിയിലുമാണ്. വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിക്കുന്നത് പതിവായി മാറിയിരിക്കുകയാണ്. അടിയന്തരമായി പ്രദേശത്ത് പുലിക്കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടിയില്ലെങ്കിൽ വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തെന്മല. രാജവെമ്പാലയെ പിടികൂടി. തെന്മല മാമ്പഴത്തറ കുറുവൻ താവളം റബ്ബർ എസ്റ്റേറ്റിൽ നിന്നാണ് രാജവെമ്പാലയെ പിടികൂടിയത്. ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ തെന്മലയിലെ മാമ്പഴത്തറ കുറവൻ താവളം റബ്ബർ ഷീറ്റ് പുരയിലാണ് രാജവെമ്പാലയെ കണ്ടത്. വിവരം അറിഞ്ഞ ഉടൻ തന്നെ തെന്മല RRT റെസ്ക്യൂവിനെ വിവരം അറിയിച്ചു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വി രാധാകൃഷ്ണൻ, SFO പ്രശാന്ത്, BFO രാഹുൽ കൃഷ്ണൻ, അമ്പാടി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തെന്മല. SPC പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. പുനലൂർ വാളക്കോട് NSP VHSSലാണ് പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത്. പുനലൂർ DYSP പ്രദീപ് കുമാർ VS സല്യൂട്ട് സ്വീകരിച്ചു. പുനലൂർ വാളക്കോട് NSP VHSSലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ 3ാം ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. പുനലൂർ DYSP പ്രദീപ് കുമാർ VS കേഡറ്റുകളുടെ പരേഡ് സല്യൂട്ട് സ്വീകരിച്ചു. ഇതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും വിദ്യാഭ്യാസ വകുപ്പിനും അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിമാനം നൽകുന്ന ഒരു പരേഡാണ് നമുക്കിവിടെ കാഴ്ചവെച്ചത്. ഇതിൽ പങ്കെടുത്ത എല്ലാ കേഡറ്റ്സിനെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ സമയം ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ കഠിനമായ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇത്രയും നല്ലൊരു പരേഡ് നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും കഠിനമായ അധ്വാനമുണ്ടെങ്കിൽ വളരെ നല്ല വിജയം തന്നെ നമുക്ക് നേടാൻ സാധിക്കും. അധ്വാനമല്ലാതെ, കഠിനാധ്വാനമല്ലാതെ മറ്റൊരു കുറുക്കുവഴിയും നമ്മുടെ ജീവിത വിജയത്തിലില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. PTA പ്രസിഡന്റ് G ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ AR പ്രേംരാജ് സ്വാഗതം പറഞ്ഞു. പുനലൂർ SHO T രാജേഷ് കുമാർ, പുനലൂർ ADNO KS വിജയകുമാർ എന്നിവർ ചേർന്ന് അവാർഡുകൾ വിതരണം ചെയ്തു. പ്രഥമാധ്യാപിക RK അനിത ആദരവ് നിർവഹിച്ചു. വാർഡ് കൗൺസിലർ നാസില ഷാജി, സ്കൂൾ മാനേജർ K സുകുമാരൻ, അഡ്മിനിസ്ട്രേറ്റർ R ഹരിദാസ്,
മുരളിയ ഗ്രൂപ്പ് അസിസ്റ്റന്റ് മാനേജർ മുഹമ്മദ് റിയാദ്, പുനലൂർ റിട്ടയർഡ് ADNO ടി രാജീവ, PTA വൈസ് പ്രസിഡന്റ് കെ സിനിമോൾ, MPTA പ്രസിഡന്റ് കാർത്തിക കെ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഷാർജയിൽ മരിച്ച തേവലക്കര സ്വദേശിനി അതുല്യയുടെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിച്ചേക്കും. നിലവിൽ കരുനാഗപ്പള്ളി ASPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. യുവതിയെ സമൂഹമാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തി അറസ്റ്റിലായ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ്. ചവറ മുകുന്ദപുരം സ്വദേശി ശ്രീകുമാറുമായാണ് തെളിവെടുപ്പ്. നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച സംഭവം. പിതാവും രണ്ടാനമ്മയും ഒളിവിൽ. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.